അങ്ങനെ കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമാണ് റൂം മേക്ക് ഓവർ. അങ്ങനെ എൻ്റെ ആഗ്രഹം സാധിക്കാൻ പോവാണ്. അങ്ങനെ എൻ്റെ റൂമൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കർട്ടനും കാര്യങ്ങളൊക്കെ ഇട്ടു. പിന്നെ ഈ വീട്ടിലെ മിക്ക അല്ലറ ചില്ലറ സാധനങ്ങളും എൻ്റെ റൂമിലാണ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് പെയിൻ്റ് അടി കാരണമുണ്ട്. അപ്പോൾ ഇതൊക്കെ സാവധാനം മാറ്റിയിട്ട് വേണം നമുക്ക് മേക്ക് ഓവറൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ ഒരുവിധമൊക്കെ ഞാനൊന്ന് ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂം മേക്ക് ഓവർ പ്രമാണിച്ച് ഇന്ന് ഞാൻ എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസൊക്കെ ഒന്ന് ഓർഗനൈസ് ആയിട്ട് വെക്കാൻ പോകുകയാണ്. അതിനായിട്ട് ഞാൻ ഈ ഒരു സ്റ്റോറേജ് ബോക്സാണ് വാങ്ങിച്ചിട്ടുള്ളത്. 6 കമ്പാർട്ട്മെൻറ്റ് വരുന്ന ഒരു കിഡിലൻ സ്റ്റോറേജ് ബോക്സാണ്. റേറ്റ് വന്നിട്ട് ബിലോ 600 റുപ്പീസാണ്. എനിക്ക് വേർത്തായിട്ട് തോന്നി. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട്, നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ആകെ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് ഉള്ളൂ, എന്നാൽ കണ്ടാൽ കുറേ പോലെ തോന്നുകയും ചെയ്യും. ആവശ്യമില്ലാത്ത ഐറ്റംസൊക്കെ എടുത്ത് കളയുകയും വേണം. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അടിയിലത്തെ ആ ഒരു റോയിൽ നമുക്ക് തുടങ്ങാം. ഞാൻ അധികം എപ്പോഴും യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ് അടിയിലത്തെ റോയിൽ വെച്ച് കൊടുക്കുന്നത്. ആദ്യം തന്നെ പേപ്പർ സ്ട്രോ 2 പാക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഗ്ലാസ് പെയിൻറ്റ്, ഐസ്ക്രീം സ്റ്റിക്ക് കളേർഡും അതേപോലെ തന്നെ സാധാ ബ്രൗൺ കളറുള്ളത്. പിന്നെ ക്രീപ്പ് പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പേപ്പർ ക്ലിപ്പും കൂടി വെച്ച് കൊടുത്ത് നമ്മൾ ഈ ഒരു ലെയർ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സംഭവം വന്നിട്ട് ഈ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഞാൻ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കൽ. ഇനി നമ്മുടെ സെക്കൻഡ് റോ നമുക്ക് നോക്കാം കേട്ടോ. സെക്കൻഡ് റോയിൽ വെച്ച് കൊടുക്കുന്നത് ലേസ്, ബീഡ്സ്, അതേപോലെ തന്നെ ജ്വല്ലറിക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റംസ്, പിന്നെ പേപ്പർ പിന്ന്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെയാണ് ഞാൻ ഈ ഒരു സംഭവത്തിൽ വെച്ച് കൊടുക്കുന്നത്. ഫെദർ, അതേപോലെ തന്നെ കമ്പി, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു സെക്കൻഡ് റോയിൽ. ഇനി നമ്മൾ നമ്മുടെ തേർഡ് റോ നോക്കാൻ പോവാണ്. തേർഡ് റോയിലാണെങ്കിൽ ഓയിൽ പേസ്റ്റൽസ്, ക്രയോണ്, ബ്രഷ് പെന്ന്, സ്കെച്ച്, കളർ പെൻസിൽ, അതേപോലെ തന്നെ വുളൻ ത്രെഡ്, പോപ്പിറ്റ്, ഗിൽട്ടർ, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെയാണ് തേർഡ് റോയിൽ ഞാൻ വെച്ച് കൊടുത്തേക്കുന്നത്. എന്തായാലും എൻ്റെ ഫേവറേറ്റ് റോ ആയിട്ട് ഫീൽ ചെയ്തത് ഇതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് റോയിൽ വെച്ച് കൊടുക്കാൻ പോകുന്നത് ഹൈലൈറ്റേഴ്സ്, മാർക്കർ പെന്ന്, സ്റ്റിക്കി നോട്ട്സ്, ഒരു സ്കെച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു കുട്ടി നോട്ട്ബുക്ക്, സ്റ്റാപ്ലർ പിന്ന്, പിന്നെ അത്യാവശ്യം അധികം യൂസ് ചെയ്യാത്ത കുറച്ച് ടേപ്സ്, കോട്ടൺ, ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു റോയിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് റോയിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് എൻ്റെ ജേണൽ ഐറ്റംസും അതേപോലെ തന്നെ അത്യാവശ്യം യൂസ് ചെയ്യുന്ന ടേപ്പും കാര്യങ്ങളുമാണ്. പിന്നെ വാർണിഷ്, ഗ്ലൂ, അങ്ങനെ പല ഗ്ലൂസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ലാസ്റ്റ് കമ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ 6th കമ്പാർട്ട്മെൻറ്റിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഒരു ജ്വല്ലറിയും സ്റ്റാപ്ലെയറും അതേപോലെ തന്നെ കുട്ടി ഫാന്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ ഒരു റോയിൽ വെച്ചേക്കുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കെന്തായാലും ഈ സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ എൻ്റെ റൂം മേക്കോറിൻ്റെ വീഡിയോ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ചാനൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ, എന്നാലാണ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.